ഞാൻ ഡോക്ടർ ജയകുമാർ, ഇൻ്റഗ്രേറ്റഡ് ആയുഷ് മെഡിക്കൽ യൂണിറ്റ് കരിപ്പൂരിലെ സിദ്ധ മെഡിക്കൽ ഓഫീസറാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം തൈറോയ്ഡ് രോഗത്തെ പറ്റിയാണ്. തൈറോയ്ഡ് രോഗം നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വരുന്ന പലതരം രോഗങ്ങൾ തൈറോയ്ഡ് രോഗങ്ങളിൽ പെടും. അതിന് ഉള്ള കാരണങ്ങൾ, അതിൻ്റെ ചികിത്സ, അതിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ തടുക്കാനുള്ള മാർഗങ്ങൾ, ഇതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ കാരണങ്ങളെപ്പറ്റി ആദ്യം പറയാം. തൈറോയ്ഡ് വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഓട്ടോ ഇമ്മ്യൂൺ കോസാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ കോസ് എന്ന് പറയുന്നത്. അതൊരു തൈറോയ്ഡ് രോഗങ്ങൾക്കുള്ള ഒരു കാരണം ഓട്ടോ ഇമ്മ്യൂൺ കോസാണ്. പിന്നെ രണ്ടാമത്തെ കാരണം വെച്ചാൽ നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പോൾ കൂടുന്നതിന് ഹൈപ്പർ തൈറോയ്ഡ് എന്നും പറയും, കുറയുന്നതിന് ഹൈപ്പോ തൈറോയ്ഡ് എന്നും പറയും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് തൈറോയ്ഡ് രോഗങ്ങൾ വരാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അയഡിൻ്റെ കുറവ് ശരീരത്തിലുണ്ടാകുന്ന കാരണവും തൈറോയ്ഡ് രോഗങ്ങളുണ്ടാകും. കാരണം തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിന് അയഡിൻ വളരെ വളരെ അത്യാവശ്യ ഘടകമായതുകൊണ്ട് അയഡിൻ്റെ കുറവ് കാരണവും നമുക്ക് തൈറോയ്ഡ് രോഗങ്ങൾ വരാം. പിന്നെ ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടും നമുക്ക് തൈറോയ്ഡ് രോഗം വരാം. അതായത് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് തൈറോയ്ഡ് രോഗം ഉണ്ടെങ്കിൽ നമുക്ക് കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകൾക്കും തൈറോയ്ഡ് രോഗം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ അതുപോലെ പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളിൽ തൈറോയ്ഡ് രോഗം കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നമ്മൾ ജെൻഡർ വൈസിൽ പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും സ്ത്രീകളിലാണ് കൂടുതലായിട്ടും തൈറോയ്ഡ് രോഗങ്ങൾ കണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ തൈറോയ്ഡിന് എന്തെങ്കിലും സർജറി ചെയ്ത കാരണം കൊണ്ടും തൈറോയ്ഡ് രോഗങ്ങൾ ഉണ്ടാകും. പിന്നെ നമുക്ക് പ്രഗ്നൻസി സമയത്തും പല ആളുകളിലും തൈറോയ്ഡ് രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ ചില മരുന്നുകളുടെ ഉപയോഗം കാരണവും കൊണ്ടും തൈറോയ്ഡ് രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ നമുക്ക് മാനസിക സമ്മർദ്ദം കാരണം ഏറ്റവും കൂടുതൽ ആളുകളിൽ തൈറോയ്ഡ് രോഗം കണ്ടുവരുന്ന മാനസിക സമ്മർദ്ദം കാരണമാണ്. ഇതാണ് നമ്മളിൽ തൈറോയ്ഡ് വരാനുള്ള പല പല കാരണങ്ങൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തൈറോയ്ഡിൻ്റെ പല പല ലക്ഷണങ്ങളാണ്. ഒന്ന്, നമുക്ക് അതിയായ തളർച്ച, എന്ത് ചെയ്താലും നമുക്ക് തളർച്ച മാറാത്തൊരവസ്ഥ. പിന്നെ രണ്ടാമത്, അധികമായിട്ട് നമുക്ക് ശരീരത്തിൽ ഭാരം കൂടി വരുന്ന അവസ്ഥ. പിന്നെ നമ്മൾ ത്വക്കിന് പെട്ടെന്ന് തന്നെ നമ്മൾക്കൊരു വരൾച്ച അനുഭവപ്പെടുക. പിന്നെ തണുപ്പ് അതുപോലുള്ള സാധനങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് ശരീരം പ്രതികരിക്കുന്ന അവസ്ഥ. പിന്നെ മലബന്ധം, പിന്നെ നമ്മുടെ മസിലുകൾക്ക് ഒരു തളർച്ച തോന്നുന്ന അവസ്ഥ. പിന്നെ നമ്മളെ ഹൃദയത്തിൻ്റെ താളം ഹാർട്ട് റേറ്റ് കുറയുന്നൊരവസ്ഥയുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ലെവലും ധാരാളമായിട്ട് കൂടുന്നത് തൈറോയ്ഡ് രോഗത്തിൽ കണ്ടുവരുന്നൊരു ലക്ഷണമാണ്. ഇനി തൈറോയ്ഡ് രോഗത്തെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. തൈറോയ്ഡ് രോഗത്തിന് നമുക്ക് പ്രതിരോധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെസ്സ് കുറച്ച് കൊണ്ടുവരിക. പിന്നെ നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് കുറഞ്ഞു കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ അയഡിൻ ചേർന്ന ആഹാരങ്ങൾ, ഇലക്കറികൾ, അതുപോലുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ നമ്മൾ പുകവലി ശീലമുള്ളവർ പുകവലി ശീലം ഒഴിവാക്കുക. പിന്നെ തൈറോയ്ഡ് നമ്മളുടെ എന്തെങ്കിലും നമ്മൾ ഹോർമോണലായിട്ടുള്ള മരുന്നുകൾ ധാരാളം എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. സപ്ലിമെൻറ്റ്സ് നമ്മൾ ധാരാളമായിട്ട് എടുക്കുന്ന ആളുകളാണെങ്കിൽ ആ കാര്യവും ഒഴിവാക്കണം. ഇതാണ് മെയിനായിട്ട് നമ്മൾ തൈറോയ്ഡ് രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ. പിന്നെ കോംപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ തൈറോയിഡിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് നമ്മൾ ചികിത്സിക്കാതെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് നോഡ്യൂൾസ് വരാം. തൈറോയിഡിനകത്ത് നോഡ്യൂൾസ് വന്നിട്ട് ആ നോഡ്യൂൾസ് കാലക്രമേണ തൈറോയ്ഡ് ക്യാൻസറിലോട്ട് നമുക്ക് കൊണ്ട് എത്തിക്കും. അതുകൊണ്ട് നമ്മൾ തൈറോയ്ഡ് രോഗങ്ങൾ കറക്റ്റായിട്ട് ഒരു ചികിത്സ നമ്മൾ പാലിക്കേണ്ടതാണ്. നമ്മളെ TSH ലെവൽ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് നമ്മളതിനെ ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്ത് അത് നമ്മൾ നോർമലാക്കി കൊണ്ടുവരേണ്ടതാണ് തൈറോയ്ഡ് രോഗികൾ. പിന്നെ തൈറോയ്ഡ് രോഗത്തിന് നമ്മൾ സിദ്ധ ചികിത്സയിൽ ധാരാളം മരുന്നുകൾ നമ്മൾ തൈറോയിഡിൻ്റെ ഹോർമോണിനെ നമ്മൾ സന്തുലിതാവസ്ഥയിൽ എത്തിക്കാനായിട്ട് മരുന്നുകൾ ഉള്ളിൽ തരുന്നതാണ്. പിന്നെ പുറമെ നോഡ്യൂൾസ് ഉണ്ടെങ്കിൽ നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു വീക്കം ഉണ്ടാകും. ആ വീക്കം കുറയ്ക്കാനായിട്ട് പുറമേയും നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ്. തൈറോയ്ഡ് രോഗത്തിന് നമ്മൾ പാലിക്കേണ്ട ഡയറ്റിനെ പറ്റിയാണ്. നമ്മൾ ഈ ക്രൂസിഫെറ ഫാമിലിയിൽ അടങ്ങിയിരിക്കുന്ന ക്യാബേജ്, കോളിഫ്ലവറൊക്കെ ഒന്ന് ഒഴിവാക്കണം. അതിന് പുറമെ സോയ ചങ്ക്സ് എന്ന് പറയുന്ന സാധനം, അതുപോലെ തന്നെ ഗ്രൗണ്ട് നട്ട്, മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒക്കെ ഒഴിവാക്കിയാൽ നമുക്ക് തൈറോയ്ഡ് രോഗങ്ങൾക്ക് നിന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊരു മുക്തി നേടാൻ കഴിയും.